എക്കണോമിക്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് എക്കണോമിക്സ് ആണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സ് എന്ന വേർഡ്സ് എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നാണ്. ഓയിക്കണോമി എന്ന് പറയുന്ന വേർഡ്സിൽ നിന്നാണ് ആൻഷ്യന്റ് ഗ്രീക്ക് വേർഡായ ഓയിക്കണോമിയ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. അതിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. The word economics is derived from the ancient Greek word oikonomia, which means household management. Household management എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് എന്നർത്ഥം വരുന്ന ഓയിക്കണോമി എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സ് is a social science that studies how individuals, business, government and societies allocate scarce resources to satisfy human wants and needs. It analyzes the production, distribution and consumption of goods and services. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസ് ആണ്. ഇത് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ്, ബിസിനസ്, ഗവൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റി അലോക്കേറ്റ് എങ്ങനെ റിസോഴ്സസ്, അതായത് സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു, ഒരു ഹ്യൂമൻ വാൺസും നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എങ്ങനെ സ്കേഴ്സ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു. അതായത് റിസോഴ്സസ് എല്ലാം സ്കേഴ്സ് ആണ്, പക്ഷെ അൺലിമിറ്റഡ് വാൺസ് ആണ് ഇവിടെ ഉള്ളത്. ആ സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനമാണ്. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വാൺസ് ആൻഡ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. It analyzes the production, distribution and consumption of goods and services. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കൺസംഷനും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അനലൈസ് ചെയ്യുന്ന ഒരു ശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്തതായി പഠിക്കാൻ പോകുന്നത് അതിന്റെ നേച്ചർ എന്താണെന്നാണ്. എക്കണോമിക്സിന്റെ നേച്ചർ ഇത് സോഷ്യൽ സയൻസ് ആണ്. അതായത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് ഇതൊരു സോഷ്യൽ സയൻസ് കൂടിയാണ്. ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. അടുത്തതെന്ന് പറയുന്നത് സയൻസ് ആൻഡ് ആർട്ട്. ഇത് ഒരേ സമയം സയൻസും ആർട്ടുമാണ്. കാരണം ഇത് അനലിറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സയൻസ് ആൻഡ് ആർട്ട് കൂടിയാണ്. അടുത്തതെന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ്. പോസിറ്റീവും നോർമാറ്റീവും ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, പോസിറ്റീവ് എക്കണോമിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വാട്ട് ഈസ് എന്നാണ്, എന്താണ് കാരണം എന്നാണ്. എന്നാൽ നോർമാറ്റീവ് എക്കണോമിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വാട്ട് ഓട്ട് ടു ബി എന്നാണ് നോർമാറ്റീവ് എക്കണോമിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തത് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സസ്. ഇത് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സസിനെ കുറിച്ചുള്ള പഠനം കൂടിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്ന് ചോയ്സസ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിലുള്ളത്. അടുത്തത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള താരതമ്യം. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമി ആസ് എ ഹോൾ ആയിട്ട് പഠിക്കുന്നത്, എക്കണോമി മൊത്തമായിട്ട് പഠിക്കുന്നതിനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. അതിൽ മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് പോലുള്ളതാണ് പഠിക്കുന്നത്. മാക്രോ എക്കണോമിക്സിലാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് പോലുള്ളവയാണ് പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും മാക്രോ എക്കണോമിക്സിനെ ജനറൽ തിയറി എന്നും വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക്സിന്റെ ബേസിക്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ സ്കോപ്പ് ഓഫ് എക്കണോമിക്സിനെ കുറിച്ചായിരിക്കും ചെയ്യുന്നത്.